മുമ്പിൽ ഉണ്ടായിരിക്കും, ആണോ അല്ലേ? പക്ഷെ ഒന്നും ചെയ്യാൻ നമ്മളെ എഡ്യൂക്കേഷൻ മതിയാവില്ല, നമ്മളെ പ്രായം മതിയാവില്ല, ആണോ അല്ലേ? ഇപ്പൊ ആർക്കെങ്കിലും ഒരു IAS എക്സാം പോകാനുള്ള കപ്പാസിറ്റി ഇല്ല, മേ ബി നമ്മുടെ ഏജ് അനുവദിക്കില്ല, അല്ലെങ്കിൽ സാഹചര്യം അനുവദിക്കുന്നില്ല. അതേപോലെ തന്നെ പല കമ്പനികൾക്കും റിക്രൂട്ട്മെന്റ് നടത്തുന്ന സമയത്ത് നമ്മുടെ എയർ ഹോസ്റ്റസ് അതിനൊരു വയസ്സുണ്ട്, ആണോ അല്ലേ? ഇതുപോലെ ഓരോ കമ്പനിയുടെ തസ്തികൾക്കും ഇൻ ബിറ്റ്വീൻ ഇത്ര വയസ്സ്, ആണോ അല്ലേ? ഇല്ലേ? പക്ഷേ മൈലേഷ്യയുടെ ഒരു വയസ്സിന്റെ പ്രശ്നമുണ്ടോ? എഡ്യൂക്കേഷന്റെ പ്രശ്നം, തറവാട്, ഒരു സാധനം പ്രശ്നമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു കോമൺ മാൻക്ക് രക്ഷപ്പെടാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി. രണ്ടാമതോ, എ പെർഫെക്റ്റ് പാർട്ട് ടൈം ഓർ ഫുൾ ടൈം കരിയർ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പാർട്ട് ടൈം ജോലി താല്പര്യമുള്ള ആളുകൾക്ക് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി അല്ലാതെ നല്ലൊരു ഓപ്ഷൻ വേറെ ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. കാര്യം എന്താണ്? ആ മനുഷ്യർക്ക് ഏറ്റവും സുന്ദരമായിട്ട് തന്റെ ജോലിക്ക് പ്രയാസം വരാത്ത രൂപത്തിൽ ഏത് ചെയ്യാം? ഡയറക്ട് സെല്ലിംഗ് ചെയ്യാം. പക്ഷെ രണ്ട് ജോലി ഒപ്പം ചെയ്താലുള്ള ബുദ്ധിമുട്ടാണ് ചോദിക്കുമ്പോൾ, ഞാനൊക്കെ ഇവിടെ ആർട്സിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ രാവിലെ വേറെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, ഇവിടെ കൃത്യ ടൈമിൽ ആ പീരീഡ് ആകുമ്പോൾ ഓടി എത്തി വരേണ്ടി വരും. ചില ദിവസം ഫുൾ ടൈം ആയിട്ട് അവിടെ ഉണ്ടാവില്ല, അതായത് ഡേ ടു ഈവനിങ് വരെ ഉണ്ടാവുന്ന ദിവസമുണ്ട്, ചില സമയത്ത് ഉച്ചക്ക് വരുന്ന ദിവസമുണ്ട്. അപ്പൊ ഞാൻ അന്ന് ലാംഷർ കോളേജ് കണ്ട് വേറെ കോളേജ് ഉണ്ടായിരുന്നു, അവിടെ PG ഡിപ്പാർട്ട്മെന്റ് ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു, ഇവിടെ ഇംഗ്ലീഷ് ഉണ്ടായത് ഡിഗ്രി ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പൊ അവിടുത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് മണിക്കൂർ തെറ്റാതെ ഇവിടെ എത്തണം. അതിന്റെ ഇടയിൽ തിന്നോ കുടിച്ചോ ഉറങ്ങിയോ ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഡബിൾ ജോലി എടുക്കാൻ വളരെ ഹാർഡായിരുന്നു. പക്ഷേ ഡയറക്ട് സെല്ലിംഗ് ആണെങ്കിലോ സുഖസുന്ദരമായിട്ട് എനിക്ക് ഓടിയെത്താം, ഇല്ലെങ്കിൽ എന്റെ ലീഡറെ എനിക്ക് സജസ്റ്റ് ചെയ്യാം, സാറേ നിങ്ങൾ നേരെ ഒന്ന് ചെല്ലി, നിങ്ങൾ തുടങ്ങുമ്പോൾ ഞാനിവിടെ എത്താം, പറ്റൂലേ? നേരെ പക്ഷെ എനിക്കൊരു കോളേജിലാണെന്നുണ്ടെങ്കിൽ, സാറേ ഞാൻ മലയാളത്തിന്റെ ഭാഷയിൽ വിളിച്ചിട്ട് പറയാം, നിന്റെ ഇംഗ്ലീഷിൽ കുറച്ച് നിങ്ങളെ എടുത്താൽ ഞാൻ വരുമ്പോൾ നിങ്ങളെ മലയാളം മാറ്റി ഞാൻ ഇംഗ്ലീഷ്, അങ്ങനെ പറ്റുമോ? There is no such option. അതുകൊണ്ട് ഞാൻ സീരിയസ്ലി പറയുന്നത്, പാർട്ട് ടൈം വർക്ക് സുഖസുന്ദരമായിട്ട് പ്രയാസമില്ലാതെ തുടങ്ങാൻ പറ്റിയ പ്രൊജക്ട് കൂടിയാണ് ഇത്, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. മൂന്നാമത്തേത് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഇൻകം. ഉള്ള വരുമാനം ഓക്കെ, പക്ഷെ ഒരു അഡീഷണൽ ഇൻകം താല്പര്യം ഉണ്ടെങ്കിൽ അതും ഏതാ നല്ലത്? മൈലേഷ്യൻ, അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. മറ്റേ കമ്പനിയുടെ പേര് മൈലേഷ്യൻ. എന്താ എക്സ്ട്രാ ഇൻകത്തിന്റെ ആവശ്യം? ചെലവ് വാണമുട്ടമാരും മേലേക്കാണ്, ആണോ അല്ലേ? ശരിക്കും ആലോചിച്ച് നോക്കുക, 2 രൂപക്ക് ചായ കുടിച്ച ആൾക്കാരുടെ കൈവിക്കാണ്, 2 രൂപക്ക് ചായ കുടിച്ച ആൾക്കാർ, 10 രൂപക്ക് വീട്ടിലേക്ക് മീൻ വാങ്ങിയ ആൾക്കാർ, 2 രൂപക്ക് വീട്ടിൽ നമ്മുടെ ബസ്സിൽ യാത്ര ചെയ്ത ആൾക്കാർ, ലോക്കൽ ചാർജ് കൊടുത്ത ആൾക്കാർ, ഒക്കെ ഏകദേശം നിങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരു ഓർമ്മ ഈ സാധനമൊക്കെ അല്ലേ? 10 രൂപക്ക് ഹോട്ടലിലെ ഊണ് കഴിച്ച ആൾക്കാർ കഴിച്ചിട്ടുണ്ട്, ക്ലിയറാണല്ലോ? ഓർമ്മയുണ്ട്? ഈ നാളുകൾക്ക് ഓർമ്മയില്ലേ? അവിടുന്ന് ഈ നാളിലേക്ക് വന്നത് എപ്പോഴാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കണേ. ലോക്കൽ ചാർജ് 15 മാറിയത്, ചായക്ക് 15 മാറിയത്, അല്ലെങ്കിൽ 10 മാറിയത്, ഊണ് 60, 80, 100 മാറിപ്പോയത്. നമ്മൾ ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാലതാമസമാണ് അല്ലേ? അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഈ ഇതിമ നിൽക്കോ ഇത്? നിങ്ങൾ ശരിക്കും ഒരു 10 വർഷം കൊണ്ട് കഴിഞ്ഞാൽ ചായക്ക് എത്രയാവും? ചിന്തിക്കാൻ പറ്റില്ല. അതായത് ഒരു ചായ കുടിക്കാൻ പോലും നിങ്ങളെ വരുമാനം മതിയാവില്ലാന്നോ? ഓർമ്മയുണ്ടാകും, 50 രൂപയുടെ താഴെ മതിയായിരുന്നു ഒരു വീട് ഒരു ദിവസം കഴിഞ്ഞു പോകാൻ, ആണോ അല്ലേ? കുറച്ചു കാലം മുമ്പ് അല്ലേ? അന്ന് നമുക്ക് വെളിച്ചെണ്ണ വാങ്ങാൻ പോലും നമ്മളൊക്കെ ഒരു ഡബ്ബയോ ടിന്നോ അമ്മച്ചി തരും, ആണോ അല്ലേ? അതിലാണ് നമ്മൾ എന്തെങ്കിലും വെളിച്ചെണ്ണ കൊണ്ടല്ലേ? എന്നിട്ട് ചോദിക്കും അവരെന്ത് എത്ര വേണം? നമ്മൾ പറയും 200 ഗ്രാം മതി, അല്ലെങ്കിൽ എത്ര മില്ലി മതി, എത്ര ലിറ്റർ മതി, നമ്മൾ പറയുന്ന കണക്കാണ്, ആണോ അല്ലേ? ഇത് നമുക്ക് വേണ്ട തക്കാളി ആരെ തീരുമാനിച്ചത്? സൂപ്പർ മാർക്കറ്റിനാണ്, ആണോ അല്ലേ? സത്യം സാർ, നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് കുറച്ച് തക്കാളി എടുത്തോ, തക്കാളി 1.5 കിലോ വാങ്ങിക്കല്ലോ, നമ്മൾ കുറച്ച് ഉള്ളി എടുത്തോ, ഉള്ളി 2.30 ഉള്ളൂ, ആണോ അല്ലേ? നമ്മള് സാധനത്തിന്റെ പേര് മാത്രം, കൊണ്ടോണ്ട അളവും തോതും ആര് തീരുമാനിക്കും? സൂപ്പർ മാർക്കറ്റ്, ആണോ അല്ലേ? ആ ചെലവിഞ്ഞ് എവിടുത്തെ എത്തല്? അടുത്തത് അങ്ങാടി എന്ന് പറഞ്ഞ സാധനം തേക്കുന്നറിയോ? 1/4 കിലോ തക്കാളി കിട്ടൂല, 5 കിലോ തക്കാളിന്റെ സെറ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ. അങ്ങനത്തെ ഒരു സാധനം വരും, വന്നാലേ മനസ്സിലാവും. ഇപ്പൊ തിരിഞ്ഞിട്ട് ഞങ്ങൾക്ക് വരും, ആ ഒറ്റ തക്കാളി എടുക്കളൊക്കെ മാറും, മനസ്സിലായോ? ബംഗാളികളുണ്ട് നമ്മളുടെ അങ്ങനെ സേട്ട 2 തക്കാളി 2 ഫുള്ളി, അതൊന്നും ഉണ്ടാവില്ല. ആ സേട്ടൊക്കെ നിർത്തിക്കാണ്ട് ആ ഒരു തേങ്ങ കീറ്റാണ്ട് കൊണ്ടുപോകേണ്ടി വരും, ആണോ അല്ലേ? വെളിച്ചെണ്ണ വാരി അങ്ങനെ ആയില്ലേ? തക്കാളിയൊക്കെ ആവുമ്പോൾ മനസ്സിലായി, അപ്പൊ മനസ്സിലാവും ഇപ്പത്തെ ചെലവ് പോരാണ് കേട്ടോ. അതുകൊണ്ട് സീരിയസ്ലി നിങ്ങളോട് പറയുന്നത്, ചെലവ് വാണംകൂട്ടം പോലെ മേലോട്ട് പോവാണ്. അപ്പൊ ഒരു അഡീഷണൽ ഇൻകം വന്നാലേ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ചെയ്യുന്ന ജോലിയിൽ കൂടെ അധിക വരുമാനത്തിന് പറ്റിയ പ്രൊജക്റ്റാണ് ഇത്, ഡയറക്ട് സെല്ലിംഗ്. 4ാമത്തെ സാധനമാണ് എന്ത്? എക്സ്ട്രാ ടൈം. ഒരുപാട് സമയം നമുക്ക് കിട്ടും. എങ്ങനെ ടൈം കിട്ടാലും? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ നിൽക്കുന്ന ഓരോ ആൾക്കാരും നമ്മൾ നടത്തുന്ന ശരിക്കും ബിസിനസ്സാണ്, ആണോ അല്ലേ? ഈ ബിസിനസ് നിൽക്കുന്ന സമയത്ത് നമുക്ക് സാർ വിഞ്ഞാനോ നാലെന്നൊക്കെ എവിടെയോ ഒരു ടൂറോ സാർ പറഞ്ഞോ, ടൂർ പോയിട്ടില്ല? പറഞ്ഞിട്ടില്ല. ഇതൊരു ടൂറിന്റെ അടുത്ത് പോയിരുന്നു, പക്ഷെ ദൂരത്തിലേക്കുള്ള ക്ലാസ് വേണ്ടി തിരിച്ചു വന്നിട്ടാണ്. പക്ഷെ എവിടേക്ക് ഒരു ലീഡർ ടൂർ പോകണം? ഇപ്പൊ അമേരിക്കയിൽ നിന്നോ 2 കൊല്ലത്തിനടുത്താല് മിസ്റ്റർ മുബീൻ സാർ ബിസിനസ് താഴത്തേക്കാൻ മേലേക്കാം. ഇതേപോലെ യൂസുഫ് അലി ചെയ്ത് നോക്കട്ടെ, അംബാനിയോട് ചെയ്യാൻ പറയും.
തിരിഞ്ഞു നോക്കാതെ ഒരു ഫോൺ കോൾ പോലും ചെയ്യാൻ എന്റെ ബിസിനസ്സിലെ 100% കണ്ണടച്ചിട്ട് ഒരു ട്രഡീഷണൽ ബിസിനസ്മാന് മാറി നിൽക്കാൻ പറ്റുമോ? പക്ഷെ ഡയറക്ടർ സ്ഥലത്ത് മാറിക്ക താഴത്ത് അതിനേക്കാൾ സ്വപ്നം ഉണ്ടാക്കിയാണ് പിന്നെ കൊണ്ടു വന്നത്. എന്നാലും കുഴപ്പമില്ല. ഞാൻ അടുത്ത കാലത്ത് കഴിഞ്ഞ നെക്സസ് പ്രോഗ്രാമിന്റെ സമയത്ത് ഒരാൾ വന്ന് കണ്ടു പറഞ്ഞു, കമ്പനി തുടങ്ങിയ അന്നേ എനിക്ക് സീലിംഗ് ആണ്, ഇതുവരെ സീലിംഗ് മുടങ്ങിയിട്ടില്ല. വേറെ ഒരാൾ വന്ന് കണ്ണടച്ച് കണ്ട് പറയേണ്ടത് ഞാനും അങ്ങനെ തന്നെയാണ്, തുടക്കം തൊട്ട് ഇതുവരെ സീലിംഗ് ആണ്. അപ്പൊ ഞാൻ എൻ്റെ ഒപ്പമുള്ള ഇവരോട് ചോദിച്ചു, അവിടെയുള്ള കുറച്ച് NTC-ന്റെ പോലും പറഞ്ഞു, ഈ 2 സാധനത്തിന് ഇതുവരെ പ്രോഗ്രാമിലൊന്നും കാണൂല. അവന് പ്രോഗ്രാമിലോ ഒരു പള്ളി കമ്മിറ്റിയും പള്ളി പെരുന്നാളും കാര്യങ്ങളായിട്ടാണ് അന്ന് 2013 തൊട്ട് തന്നെ എന്താണ് പള്ളി കമ്മിറ്റിയും പള്ളി പെരുന്നാളും ആണ്. പക്ഷെ ഈ ബാങ്ക് ഇന്നും മുടങ്ങാതെ ആഴ്ചയിൽ 615 ആഴ്ച ഉസ്താദെ 2,10,000 615 × 2,10,000 കുടിച്ചു നോക്കി ഉസ്താദ് 14 കോടി രൂപ വീക്കിലി ഇൻകം തന്നെ ആയി. വർച്ചോനെ മനസ്സിലായോ? ദാറ്റ് ഈസ് പവർ ഓഫ് ഡയറക്ട് സെല്ലിംഗ്. അതാണ് മൈ ലൈഫ് സ്റ്റൈലിന്റെ പവർ എന്ന് പറഞ്ഞത്. ഇതൊക്കെ തീരായിട്ട് ആ ചങ്ങായി പ്രവീണ സാർ പറഞ്ഞേക്കാണ് 2:10 മാറ്റി 4:10. ഞാനൊക്കെ ആ വണ്ടി ഇങ്ങോട്ട് നാട്ടിൽ എങ്ങനെ എത്തിച്ച് നിൽക്കാൻ അറിയില്ല. പണ്ട കാക്ക പറഞ്ഞ മതിയാണ്. വണ്ടി എങ്ങനെയാണ് കുത്തിയത്? ആദ്യം അൻസാറ് വിട്ട്, പിന്നെ കബീർ വിട്ട്, പിന്നെ നിയന്ത്രണം വിട്ട്. നമ്മൾ വലിയ പോലെ എന്തിനാ മറ്റൊക്കെ കൊടുത്തത്? ആദ്യം മൂന്നാമത് ആരാ വിട്ടത്? അപ്പൊ എന്താ വലിയപ്പ പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് അവൻ്റെയൊക്കെ കൊടുത്തത്? അതേമാതിരി ഇസ്മായിൽ അവിടുന്ന് തിരിച്ചിങ്ങോട്ട് നെക്സസ് കഴിഞ്ഞതിന്റെ കാറായിട്ട് വന്നത് 4,10,000. വണ്ടി ഇങ്ങനെ തിരിയാണ്. 4,10,000 ഒരു ID. 4 സീലിംഗ് അടിച്ചാൽ 16 ലക്ഷം. 16 ലക്ഷം × 3 50 ലക്ഷം. ഒരു മാസം വീക്കിലി ഇൻകം മാത്രം 50 ലക്ഷം. പെർഫോമൻസ് ഒക്കെ അടിച്ചാൽ 1.5 കോടി. ഇങ്ങനെ തിരിയുമോ? നിങ്ങൾ തിരിച്ചു നോക്കിയാൽ ഞാൻ ഇത് അടുപ്പിൽ യൂസ് ഉണ്ടെങ്കിലേ തിരിയുള്ളൂ. ഞങ്ങൾ തിരിയില്ല. ഞാൻ സത്യം പറയാം. ഞാൻ പറഞ്ഞ പോയിന്റ് കൂടി കരുതി കൈകൊണ്ടിരിക്കണേ. ഇങ്ങോട്ട് നോക്കിയില്ല. ചില സാധനം തിരിഞ്ഞില്ല. നിങ്ങൾക്ക് വിചാരിക്കണം. ഇത് നോക്കി 2:10 അല്ലേ? ഇതൊരു ഐഡിയയിലല്ലേ? ഇതെന്താകും? 4:10 ആകും അല്ലേ? ഒരു മാസത്തിൽ എത്ര വീക്ക് ഉണ്ട്? എത്ര ഇത് ഏകദേശം 16:40 അല്ലേ? ഇത് നമ്മൾ എന്താക്കി മാറ്റ്? അതുകൊണ്ടോട്ടെ, നമുക്ക് ലാസ്റ്റ് എന്തെങ്കിലും ആക്കാം. പിന്നെ ഇതിനെന്ത് ചെയ്യാം? എത്ര നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു ഐഡിയ അല്ലേ പറഞ്ഞത്? ഇത് 3 കൊണ്ടിട്ട് കുടിക്കണം. ഏകദേശം എത്ര വരും അല്ലേ? പെർഫോമൻസും മറ്റുള്ള അലവൻസും ഒക്കെ കൂടി എത്ര ഉണ്ട്? 50 ലക്ഷം. 3 ഐഡിയ അടിച്ചിന് ഇതും കണ്ടിന്യൂസ് സീലിംഗ്, ഇതും കണ്ടിന്യൂസ് സീലാണെങ്കിൽ നമ്മുടെ മന്ത്ലി ഇൻകം ഏതില് മാത്രം? ബൈനറി മാത്രം. ഇതിന്റെ പേരെന്താ? ബൈനറി ഹൈബ്രിഡ് മാത്രം. എത്ര? 50 ലക്ഷം. കമ്പനി നൽകുന്ന ഇൻകം എത്ര സീലുണ്ട്? ഇൻകം കമ്പനിക്ക് 10 ടൈപ്പ് ഓഫ് ഇൻകം ഉണ്ട്. അതിൽ 9 ടൈപ്പ് നേരിട്ട് വേർത്തനുള്ളതാണ്. നിങ്ങൾക്ക് അറിയില്ലേ? എനിക്ക് സമയം ഉണ്ടെങ്കിൽ സാറ് പറഞ്ഞാൽ നമ്മൾ സാറിനറിയാം. ഈ 9 ടൈപ്പിലെ ഒരു ടൈപ്പാണ് ഏത്? ഇനി 8 ടൈപ്പ് വേറെ വരാനുണ്ട്. ഇത് കൂട്ടാൻ അറിയോ? എനിക്കറിയില്ല. ഇത് കമ്പനി തന്നാൽ എന്താണ്? അതുകൊണ്ടാണ് മുബീൻ സാർ പറഞ്ഞത്, ഒരു ശരാശരി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് ഞാൻ ലോകത്ത് കണ്ട കണക്ക് പ്രകാരം ഒരു മാസം ചുരുങ്ങിയത് 100 കോടി ഉറുപ്പിക വരെ ഉണ്ടാക്കാൻ പറ്റിയ പ്രോജക്റ്റ് ആണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അവിടെയാണ് നമ്മൾ നിൽക്കുന്ന ലക്ഷ്യം. ഒരു മാസം 100 കോടി എന്താ പുതുക്കട? ഞാൻ നോക്കി 35 കോടിയുള്ളൂ ഒരു ശരാശരി പ്രൈവറ്റ് ജെറ്റിന്റെ ആദ്യ ഷെയറിന്. ലക്ഷറി ഉള്ള നമ്മളുടെ ഇതിന് എത്ര വരുന്നുള്ളൂ? നമ്മുടെ ഹെലികോപ്റ്ററിന് എത്ര വരുന്നുള്ളൂ? ഒരു മാസത്തിലുള്ള വീക്കിലി എന്താ പറയാ നമ്മുടെ മാസം വരുമാനം അത് ഫുള്ള് കണക്കൂട്ടി വെച്ചിരിക്കണ്. ഗ്രൗണ്ട് അംബാസിഡറല്ലേ ഓൾറെഡി. അതുകൊണ്ട് ഇത് കണക്കൂട്ടി വെക്കണ്ടേ? ഞാൻ നോക്കിക്കണ്. ഒരു പ്രൊഫഷണൽ സാധാ പൈലറ്റിന് 2 ലക്ഷം വെച്ച് തുടങ്ങും. ഹൈലി പ്രൊഫഷണൽ 4 ലക്ഷം വരുന്നുണ്ട്. മെയിൻ്റെനൻസ് ഫ്ലൈറ്റ് ഇറക്കാൻ ഇത്ര. ഞാൻ ഫുള്ള് അതിന്റെ പാർട്സിന്റെ റേറ്റ് വരെ നോക്കിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു പരിപാടി മനുഷ്യൻ വിഷയം. ഞാൻ പറഞ്ഞത് ആജാദ് ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നത്. സ്വപ്നം വേണ്ടേ നമുക്ക്? കത്തണം മക്കളെ. നിങ്ങളിത് കളിച്ചേലേ. നിങ്ങളെ മക്കളെ ജീവിതമാണ്. ജിന്ദഗി കാ സവാൽ വായിവാനോ ശരിക്ക് കളിക്കും. ഇത് നിങ്ങളൊന്ന് ആരെയും തലയും മുറിക്കാറുണ്ടല്ലോ മക്കളെ. നിങ്ങളെ നാട്ടിൽ ഇങ്ങനെ പൂവിട്ട് പൂജിക്കും. നിങ്ങൾ പോണ വൈക്കിലൊക്കെ കല്ലെറിഞ്ഞവൻ പൂക്കൾ കൊണ്ട് പൂവരശത്ത് തീര് നിങ്ങളെന്ത് ചെയ്യും? സെലക്ട് ചെയ്ത് നിങ്ങൾ ആശീർവദിക്കും. ആണോ അല്ലേ? ആദ്യം ഉള്ളുന്നൊരു സാധനം പൊന്തണം. അതാണ് ഇത് 2:10 കഥ. സോ സീരിയസ്ലി ഫൈനാൻഷ്യൽ ഫ്രീഡം. ഫൈനാൻഷ്യൽ ഫ്രീഡം പറയേണ്ട ആവശ്യം തന്നെ ഇല്ല. സീരിയസ്ലി എൻജോയ് ചെയ്യാൻ പറ്റും.
നമ്മളെ കമ്പനിയുടെ വാക്ക് ഇങ്ങനെയാണ്, RTC വരെ ടീമിനെ സെറ്റ് ചെയ്യും, NTC കഴിഞ്ഞിട്ട് എന്ത് സ്വീകരിക്കാൻ തുടങ്ങും? ഇൻകം എൻജോയ് ചെയ്യാൻ തുടങ്ങും. വരുമാനം എൻജോയ് ചെയ്യേണ്ട സമയം ഏതാണ്? NTC കഴിഞ്ഞിട്ടാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ NTCന്റെ ഒരു സംഭവം ഉണ്ടായി. സംഗതി എന്ത് ചെയ്തു? രാത്രി കുറെ സമയമായി, ഏകദേശം ഞാൻ എന്ത് ചെയ്തു? ഫോൺ വിളിച്ചു, ലീഡർമാരൊക്കെ ചോദിച്ചു, ഇതെന്താ ഒരു NTCന്റെ എന്തൊരു ബോണസ് കാണുന്നുണ്ടല്ലോ. അപ്പൊ കുറെ നോക്കുന്ന സമയത്ത് മാക്സിങ്ങിൽ എന്തോ കുറവുണ്ട്. കമ്പനിയെ ചില നേതാക്കന്മാർക്ക് വിളിച്ചു, ഉത്തരം കറക്റ്റ് ആയില്ല. ഞാൻ പറഞ്ഞു എല്ലാം ദൈവത്തിന്റെ കൈക്കല്, കാരണം തെരഞ്ഞാട് മേലത്തെ ആളല്ലേ. മുമ്പോട്ട് പറഞ്ഞാൽ എനിക്കറിയാലോ തരേണ്ടത് ആൾക്കാണെന്നത്, ഇതെന്താച്ചാണ് ചെയ്താടിക്കുന്നു. ഞാനും പറഞ്ഞു നമുക്ക് തവക്കൽ തോലാതെ വേറെ ഒന്നുമില്ല. സുബേസ്കാരത്തിന് മുമ്പ് നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ അങ്ങനെ താജുദ് കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ നോക്കിയ സമയത്ത് മന്ത് ആകെ 10 ദിവസം ആയിട്ടുള്ളൂ, ഇനി 20 ദിവസം ബാക്കിയുണ്ട്. ഞാൻ അടിച്ചു NTC ബോണസ്. ഇത്രയുള്ളൂ ഈ ബിസിനസ്. സംഗതി മനസ്സിലായോ? മന്തിലെ ആദ്യത്തെ 10 ദിവസം ആയപ്പോൾ എന്റെ NTC ബോണസ് സോഹ അടിച്ചു കഴിഞ്ഞു. 10-15,000 എന്താ സാറേ? NTC ആയാലും കുളും കുളുന്നുള്ള സൗണ്ട് കേൾക്കണം, പൈസ എന്നത് കാണാം. എവിടുന്നൊന്നും നമ്മൾ ചോദിച്ചാൽ നിൽക്കണ്ട, മൈലേക്ക് നിങ്ങൾക്ക് അയച്ചാൽ അത്ര മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ എന്തല്ല കറണ്ട് ബില്ലിന്റെ പൈസ കട്ടായി പോയതല്ല കേട്ടോ. സീരിയസ്ലി ഞാൻ കൂടെ പറഞ്ഞത്, നിങ്ങളൊന്ന് NTC പിടിക്കുന്നത് വരെ ഒന്ന് സഹിക്കും. ദെൻ ഏർലി റിട്ടയർമെന്റ്, നേരത്തെ റിട്ടയർ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞാൽ അന്നേരം റിട്ടയർ ചെയ്തിട്ടുണ്ട്, ജോയിൻ ചെയ്ത് പിറ്റേന്ന് റിട്ടയർ ചെയ്ത ആൾക്കാരാണ്. ആ UTCമാരെ പേര് എന്താണ്? സെബാസ്റ്റ്യൻ എന്താണ് സാറേ? ഒരു സെബാസ്റ്റ്യനും എന്താ തോമസ് സെബാസ്റ്റ്യൻ. മൊബൈൽ സാർ അപ്ലൈൻസ് ആണ്. ജോയിൻ ചെയ്ത് പിറ്റേന്ന് റിട്ടയർ ചെയ്തു. കാരണം വലത്തെ ഭാഗത്ത് മുബീൻ സാർ ജോയിൻ ചെയ്ത്, ഇടത്തെ ഭാഗത്ത് മോഹൻ സാർ ജോയിൻ ചെയ്ത്, പിന്നെ റിട്ടയർ ചെയ്തൂടെ? ആ ചങ്ങായി ഇങ്ങനെ പറയുന്നത് കൂളായിട്ട്. ആദ്യമൊക്കെ എന്താണ് പറയാ, ഇത് നമ്മളെ ഓഫീസ് തുറന്നാൽ 10 മിനിറ്റ് കൊണ്ട് ഞാൻ സീലിംഗ് അടിച്ചു. അപ്പൊ അയാൾ മൂത്രയിക്കാൻ പോയപ്പോ ഞാൻ നീച്ച്, അയാൾ ഇറങ്ങി നിന്ന് കണ്ടപ്പോൾ ഞാൻ പാഞ്ഞി എന്റെ സീറ്റ്, ഞാൻ NTC സീറ്റിലിരിക്കുക. പാഞ്ഞു പോയിട്ട് ഞാൻ അങ്ങനെ അവിടെ നിന്ന് മൂത്രയിച്ച് വരുമ്പോൾ അവനെ ചാടി പിടിക്കണം. അങ്ങനെ സജീവാരെങ്കിലും ഇയാൾ വരുന്നുണ്ട്. സാർ എന്താ ഈ 10 മിനിറ്റ് വരെ? അപ്പൊ പറഞ്ഞ് ഓഫീസൊക്കെ തുറന്ന് കമ്പ്യൂട്ടറൊക്കെ ഓണാകുമ്പോൾ അതിന്റെ ടൈം ഉണ്ടാവൂലേ, അതുവരെ ഉണ്ടോ ടൈം? ആ 10 മിനിറ്റ് ഞാൻ സീലിംഗ് അടിക്കുന്നറിഞ്ഞ് ഒരു സെൽഫി അടിച്ചാൽ നമ്മൾ നിങ്ങൾ സീലിംഗ് അടിച്ച് ഞാൻ സെൽഫി അടിച്ചു. എന്താ ഇയാളോട് പറയാ? അയാൾ സ്റ്റേജ് എന്ന് പറഞ്ഞ വരികയാണ് എന്ത്? ഇപ്പൊ മാസം ഏകദേശം ബിസിനസ് ഒരു ITCയുടെ ബിസിനസ് ഒക്കെ പേർമേ ചെയ്ത് പോകുന്നുണ്ട്. 10 കോടി ഒരു പെരിസ്റ്റാറാകാൻ നമ്മളിങ്ങനെ ഒരു എന്താണ് ആവശ്യം? 15,000 ബിസിനസ് വേണ്ടിയോ? അതിനു വേണ്ടി നമ്മളിങ്ങനെ കറക്കുമ്പോൾ ഒരു ചങ്ങായി പറയാണ് അത് ഓരോ മാസം 10 കോടി 20 കോടി ഇങ്ങനെ കേറുന്നുണ്ട്. അപ്പൊ എല്ലാ മാസം 10 കോടി ITC ആയിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലാവില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല, എന്താ അറിയില്ല. ഈ ബിസിനസ് തന്നെയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അതുകൊണ്ട് ഞാൻ സീരിയസ്ലി ഇങ്ങോട്ട് പറയുന്ന ഒറ്റ സാധനം, എന്ത് വില കൊടുത്തു നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ബിസിനസിന്റെ അറ്റം കണ്ടേ അടങ്ങാവും. ഒരിക്കലും എന്ത് ചെയ്യരുത്. എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ഹിന്ദിക്കാരെ വാക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗർ ജമീൻ ने खा लिया या आसमान ने उड़ा लिया अगर दुनिया में कुछ भी हो गया, നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ഈ ബിസിനസിന്റെ അറ്റം കണ്ടേ അടങ്ങും. അവിടെ എന്തോ നമ്മളെ